ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോട്ടീസ് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലൊരു നോട്ടീസ് തരും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിട്ട് നമ്മളോട് ഇത് എന്ത് പ്രോഗ്രാം ആണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ പ്രോഗ്രാം മെൻഷൻഡ് ഇൻ ദ നോട്ടീസ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ദ ആനുവൽ പാസിംഗ് ഔട്ട് സെറമണി ഓഫ് SPC, ദ ഫസ്റ്റ് ലൈൻ, SPC ഓഫീസേഴ്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ നിങ്ങളോട് വെന്യൂ ചോദിക്കും. വെന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം, പ്ലേസ്, അത് എവിടെ നിന്നാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ആൻസർ. ട്രെയിനിങ് സെൻറ്റർ, തൈക്കാട്, തിരുവനന്തപുരം. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോട്ടീസ് തന്നിട്ട് ചോദിക്കുന്നത്. അപ്പം അല്ലാതെ നമ്മളടുത്ത് നോട്ടീസ് ഉണ്ടാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡിങ് വേണം, അതുപോലെ ഒരു ബോർഡർ വേണം, പിന്നെ കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് നമുക്ക് അവർ തന്നെ തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇത് ഒരു നോട്ടീസിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു നോട്ടീസാണ്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതാ, ഹെഡിങ് വേണം, പിന്നെ കണ്ടൻറ്റ്, അത് നമുക്ക് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. പിന്നെ നമ്മളിങ്ങനെ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഫ്രണ്ട്സിനൊക്കെ ഒരു സ്കൂളിൽ നിന്നൊക്കെ ചെയ്യാൻ പറഞ്ഞ ഒരു നോട്ടീസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സ് എന്ന് നമ്മൾ എഴുതിയിട്ടായിരിക്കണം നമ്മളെ കണ്ടൻറ്റ് തുടങ്ങേണ്ടത്. പിന്നെ ഡേറ്റ്, ടൈം, വെന്യൂ, ഇത് മസ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ നമ്മളടുത്ത് ഒരു ആർട്സ് സെക്രട്ടറി, സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ സെക്രട്ടറി എഴുതുന്ന പോലെ എഴുതാൻ പറഞ്ഞതാണ് ഈ നോട്ടീസ്. അപ്പം നമ്മൾ ഏറ്റവും അവസാനം സെക്രട്ടറി, സോഷ്യൽ സയൻസ് ക്ലബ്ബ് എന്നും കൂടി എഴുതി ചേർക്കുക. പിന്നെ ഓൾ ആർ വെൽക്കം എന്നും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ നോട്ടീസിൻ്റെ ഫുൾ മാർക്ക് 5 മാർക്ക് നമുക്ക് കിട്ടും. സിമ്പിളാണ്. ഇത്രയും സാധനം കണ്ട് പേടിക്കേണ്ട. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അത് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് എഴുതിയാൽ മതി. മെയിനായിട്ട് നമുക്കൊരു ബോർഡർ ഉണ്ടാവണം, ഒരു ബോക്സിലായിരിക്കണം നോട്ടീസ് ഉണ്ടാവേണ്ടത്, ഒരു ഹെഡിങ് വേണം, ഡേറ്റ്, ടൈം, വെന്യൂ, പിന്നെ എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത്. അത്രയും കാര്യങ്ങളാണ് നമുക്കൊരു നോട്ടീസിൽ വേണ്ടത്. ഓക്കെ, സിമ്പിളാണ്. സിമ്പിളായിട്ട് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോയം തരും. നമ്മുടെ ടെക്സ്റ്റിലുള്ള 2 പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു പോയം തരും. എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി തരും. 2023-24 നമുക്ക് തന്ന പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ സെയിം പോയം തന്നെയാണ് നമുക്ക് അതുപോലെ അതിൻ്റെ മുൻ വർഷത്തെ 2019-20 ചോദിച്ചതും സെയിം പോയിന്റ് തന്നെയാണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യനുമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് നോക്കാം. അപ്പം ഇതിലിതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. റൈം സ്കീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈമിങ് വേർഡ്സ് എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഒരു കവിതയുടെ ലാസ്റ്റ് ലൈനിൽ ഒരുപോലെ വരുന്ന വാക്കുകൾ. ഇപ്പോൾ ഇവിടെ നോട്ട്സ് ഉണ്ട്, റിക്ലൈൻഡ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്, മൈൻഡ് ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ റൈമിങ് വേർഡ്സ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ് ആൻഡ് മൈൻഡ്. അപ്പം ഇതിൽ എല്ലാം അടുത്തടുത്തല്ല. അപ്പം വേർഡ്സ് നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്. അപ്പം നമ്മൾ റൈമിങ് വേർഡ്സ് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ പെയർ ചെയ്ത് എടുത്ത് എഴുതുക. അല്ലാതെ നമ്മളടുത്ത് ഇപ്പോൾ ചോദിച്ചത് റൈം സ്കീം എഴുതാനാണ്. അപ്പം നമ്മൾ ആദ്യത്തെ വരിക്ക് നമ്മൾ എ എന്ന് ലെറ്റർ കൊടുക്കും, ഇംഗ്ലീഷ് ആൽഫബറ്റ് എ കൊടുക്കും. രണ്ടാമത്തെ ലൈനിൽ ബി കൊടുക്കും. അപ്പം മൂന്നാമത്തെ ലൈനിൽ വരുന്നത് നോട്ട്സ്, തോട്ട്സ്, ഒരേപോലത്തെ വേർഡ്സാണ്. അപ്പം നമ്മൾ എഗെയിൻ എ കൊടുക്കുന്നു. പിന്നെ വരുന്നത് മൈൻഡ്, റിക്ലൈൻഡ്, മൈൻഡ്. അപ്പം നമ്മൾ ബി കൊടുക്കും. ഇത് സെയിമാണ്, ഇതും സെയിമാണ്. അപ്പോൾ സ്കീം നമ്മൾ എഴുതുമ്പം എ ബി എ ബി, ഇതാണ് റൈം സ്കീം. മനസ്സിലായോ? അപ്പോൾ റൈം വേർഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്. റൈം സ്കീം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ ബി ഒരേപോലുള്ള വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് കോഡ് ആക്കി എഴുതുന്നതാണ് റൈം സ്കീം. ഓക്കെ, അപ്പം ഇതിലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. മേ ബി സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൽ 2023-24 ചോദിച്ച ചോദ്യങ്ങൾ. 2019-20 ചോദിച്ച ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ 2022-24 ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്.
അപ്പം ഈ വർഷവും ഒരു ചാൻസ് ഉണ്ട്, ഈ സെയിം പോയം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണ്, മേ ബി ഇത് തന്നെ വരുമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഈ കവിതയിൽ റോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലൈഫ് എക്സ്പീരിയൻസിനെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഡൗ എന്ന് സിംബലൈസ് ചെയ്യുന്നത് പീസിനെയാണ്, സമാധാനത്തിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതുപോലൊരു പ്രൊഫൈൽ തരും. ഇതും എളുപ്പമാണ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ച് വാസ്, അറ്റ്, ഓണൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ 5 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവരെക്കുറിച്ച് ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, വില്യം വേൾസ്വർത്തിനെ കുറിച്ചിട്ട്. പിന്നെ ഒരു തവണ നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ടും ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഹിൻസ് നോക്കുക, എന്നിട്ട് അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. സെയിം സാധനം തന്നെ, കുറച്ചൊരു വ്യത്യാസം. ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. ഇത് ജസ്റ്റ് പഠിക്കുക, എക്സാം എഴുതുക. ഓക്കെ, സിമ്പിളല്ലേ? അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്.